നമസ്കാരം. റഷ്യയിലെ സൈനിക വ്യോമത്താവളത്തിനും സ്പേസ് റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിനും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയതായി യുക്രൈൻ. റഷ്യ സ്വന്തമായി വികസിപ്പിച്ചു വരുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയെ പിന്തുണയ്ക്കുന്ന പ്രോഗ്രസ് റോക്കറ്റ് കേന്ദ്രത്തിനു നേരെയാണ് യുക്രൈൻ മാരക പ്രഹരമേൽപ്പിച്ചത്. 4 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ അതിർത്തിക്കുള്ളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണം നടത്തിയത്. 2022 തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം അന്ത്യമില്ലാതെ നീണ്ടുപോവുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനും ഇറാനുമായുള്ള യുദ്ധത്തിലും അയവ് വന്നിട്ടും ഈ യുദ്ധം നീണ്ടുപോവുകയാണ്. പുടിന്റെ കടുംപിടുത്തം കാരണം യുദ്ധം എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. പുടിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന വാശിയിൽ യുക്രൈനും ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തിന്റെ കടുപ്പം ഇപ്പോൾ പുടിനും നന്നായി തിരിച്ചറിയുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ ആഡംബര കൊട്ടാരത്തിന് സംരക്ഷണമൊരുക്കാൻ വിന്യസിച്ചിരുന്ന റഷ്യയുടെ അത്യാധുനിക S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം യുക്രൈൻ ഡ്രോണുകൾ തകർത്തത് റഷ്യയെ ഞെട്ടിച്ചു കളഞ്ഞ സംഭവമായിരുന്നു. കരിങ്കടൽ തീരത്തുള്ള പുടിന്റെ ആഡംബര വസതിയിൽ നിന്ന് ഏകദേശം 12 മൈൽ അകലെ വിന്യസിച്ചിരുന്ന ലോഞ്ചറാണ് യുക്രൈൻ സേന തകർത്തത്. റഷ്യയുമായുള്ള പോരാട്ടത്തിൽ യുക്രൈന് ഏറ്റവും വലിയ നേട്ടമാകുന്നത് അവരുടെ അത്യാധുനിക ഡ്രോൺ ശേഷിയാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളിൽ AI ഉപയോഗിച്ച് റഷ്യയുടെ കൂറ്റൻ സൈനിക വ്യൂഹങ്ങളെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കാൻ യുക്രൈന് സാധിക്കുന്നുണ്ട്. ആക്രമണത്തിൽ തകർന്ന ലോഞ്ചർ 3 മണിക്കൂറോളം കത്തിയെരിയുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി യുക്രൈൻ അൺമാൻഡ് സിസ്റ്റംസ് സേനാ കമാൻഡർ മേജർ റോബർട്ട് ബ്രോഡ്ഗെ ഉദ്ധരിച്ച് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുടിന്റെ വസതിക്ക് ചുറ്റുമുള്ള വിപുലമായ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു S-400 എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 27 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ബഫർ സോണിനുള്ളിൽ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും മൊബൈൽ ഫയർ ടീമുകളും വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രദേശത്തിന് മുകളിലൂടെ സ്ഥിരമായ നോ ഫ്ലൈ സോണും നിലവിലുണ്ട്. ഇത്തരം അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ ആക്രമണം നടന്നത്. പ്രസിഡന്റിന്റെ വസതി സംരക്ഷിക്കാൻ സ്ഥാപിച്ചതാണെങ്കിലും ഓഗസ്റ്റ് 8-ന് യുക്രൈനിയൻ നഗരങ്ങൾക്കു നേരെ 6 മിസൈലുകൾ തൊടുക്കാൻ ഈ ലോഞ്ചർ റഷ്യ ഉപയോഗിച്ചിരുന്നതായി ബ്രോഡ്ബി ആരോപിച്ചു. പാട്രിയോട്ട് ഇന്റർസെപ്റ്ററുകളുടെ കുറവ് നേരിടുന്നതിനാൽ യുക്രൈനിലെ നഗരങ്ങൾ ആക്രമിക്കാൻ റഷ്യ S-400 മിസൈലുകൾ ഉപയോഗിക്കാനാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 13,000 കോടി രൂപ വില മതിക്കുന്നതും ഇറ്റാലിയൻ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചതുമായ പുടിന്റെ ആഡംബര വസതിയാണ് പുടിൻസ് പാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഴിമതി വിരുദ്ധ പോരാളിയും അന്തരിച്ച പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാൽനിയുടെ സംഘടനയാണ് 2021-ൽ ഈ കൊട്ടാരത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ യുക്രൈനിയൻ ഡ്രോണുകളുടെ ഭീഷണി കാരണം പുടിൻ ഇപ്പോൾ ഇവിടെ അപൂർവമായേ വരാറുള്ളൂ എന്നും മോസ്കോയ്ക്ക് സമീപമുള്ള വൽദായ് തടാകക്കരയിലെ വസതിയിലാണ് താമസിക്കുന്നതെന്നും കരുതപ്പെടുന്നു.